നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ നിൽക്കുന്നത്. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വേവ്സ് പറഞ്ഞാൽ ചെറിയ വേവ്സ് ആയിരുന്നു ഞാൻ ചെയ്യുന്നതിന് മുൻപ് വരെ. ഒരു ദിവസം ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെയർ എന്തായാലും പെർമനന്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി, അതായത് എന്റെ മുടി എന്ന് പറഞ്ഞതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെയാണ് എന്റെ മുടി. അപ്പൊ ഈ ഒരു മുടി, നമ്മൾ ഇങ്ങനെയുള്ള മുടി, അതായത് ചുരുണ്ട് ഇങ്ങനെ ഒരു മാതിരി കിടക്കുകയും ചെയ്യില്ലേ, അപ്പൊ ഇങ്ങനെയുള്ള മുടിനെ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക്, അതായത് വീട്ടിൽ തന്നെ നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആക്കാം. സ്ട്രൈറ്റ് ആക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറയാ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇത് കുറെ കാലത്തേക്ക് നിൽക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്ത്, അതായത് ഒരു ദിവസം ചെയ്ത് അതിന്റെ പിറ്റേ ദിവസം ആണ് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. അതായത് മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ റിസൾട്ട് അറിയാം. അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന കുറച്ച് കെരാറ്റിൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അതിലൊന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അത് ഫ്രിസി ഹെയർ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഫ്രിസി അല്ലാത്ത, അതായത് വെറുതെ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നവരുണ്ടാവൂലേ, അങ്ങനെയുള്ളവർക്കും ചെയ്യാം കേട്ടോ. അപ്പൊ അവർക്കൊരു ഫുള്ള് തോന്നാൻ കൂടി നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. ഈസിയാണ്, നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ചോറ് ആവശ്യമാണ്. നമ്മളെ ഹെയറിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചോറ് എടുക്കുക. അതും ഒരു മിക്സിയുടെ ജാറിലേക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പിടി തേങ്ങ എടുക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹെയർ അത്യാവശ്യം എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഹെയർ അത്ര ഡ്രൈ അല്ല എങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. 1-2 അതിൽ കൂടുതൽ എടുക്കണ്ട. പിന്നെ വേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ചോറിൻ്റെ അതേ കഞ്ഞിവെള്ളം തന്നെയാണ് എടുക്കുന്നത്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ചിട്ട് വരാം. അടിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിലെ തരിയൊക്കെ നമ്മളെ തലയിലാവും. പിന്നെ നിങ്ങളുടെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വിറ്റാമിൻ ഇ ചേർത്ത് കൊടുക്കുക. ഡ്രൈനെസ് കുറവുള്ളതാണെങ്കിൽ ഒറ്റ വിറ്റാമിൻ ഇ ചേർത്ത് കൊടുത്താൽ മതി. ഡ്രൈനെസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ DIY ഹെയർ കെരാറ്റിൻ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. സോറി ഗൈസ്, കറണ്ട് പോയി. അപ്പോ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത സാധനം ഇതാണ്. സാധനം ഇത് ഏകദേശം ഒരു മയോണൈസ് ഒക്കെ പോലെ ഉണ്ടാവും. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. തിന്നുന്നല്ല. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ കറണ്ട് വന്നും പോയും കളിക്കുകയാണ്. ആദ്യം നമ്മൾ മുടീൻ്റെ ജടയൊക്കെ ഒന്ന് കളയുക. അത്യാവശ്യം നല്ല വീതിയുള്ള ചീർപ്പ് കൊണ്ട് വേണം ആദ്യം നമ്മൾ ചീകി മുടീൻ്റെ ജടയൊക്കെ കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോരോ സ്ട്രാങ്സ് എടുക്കുക. അതിൻ്റെ നമ്മളുടെ ഹെയറിൻ്റെ റൂട്ട് മുതൽ, അതായത് നമ്മളുടെ തലയോട്ടിൻ്റെ അത് മുതൽ തന്നെ നമുക്ക് തേക്കാം. റൂട്ട് മുതൽ നമ്മൾ ആ ടിപ്പ് വരെ തേച്ചിട്ട് ആ ഒരു ഭാഗം നമ്മൾ ചീർപ്പ് വെച്ച് ചീകി സ്ട്രൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. നമ്മൾ ഇതൊരിക്കലും കെട്ടി വെക്കുന്നില്ല, കാരണം നമ്മളെ മുടി സ്ട്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ട്, അതിന് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഇതിൽ ചേർത്തിരിക്കുന്ന ചോറെന്ന് പറയുന്നത് നമ്മളെ മുടീനെ നല്ല എന്താ പറയുക, ഉള്ളോടെ നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന നമ്മളുടെ കോക്കനട്ട് എന്ന് പറയുന്നത്, അതായത് തേങ്ങ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഹെയറിനെ സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയറിൽ നല്ല മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയർ നല്ല രീതിക്ക് വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ താരൻ കാര്യങ്ങളൊക്കെ പോക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് അതേപോലെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ, അതായത് നമ്മളുടെ മുടീൻ്റെ ആ ഒരു മോയ്സ്ചറിനെ ഡബിൾ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് എന്ന് പറയുന്നത് ഈ ഒരു കോക്കനട്ടിൽ അതിൻ്റേതായൊരു മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാനുള്ളൊരു
ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഈ വിറ്റാമിൻ ഇ ഓയിലും നമ്മളുടെ ഹെയറിന് നല്ല രീതിക്ക് മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് അഥവാ ഈ ഒരു കെരാട്ടിൻ എന്ന് പറയുന്നത് നമുക്കൊരു മുടിക്ക് നല്ലൊരു വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടീൻ്റെ മോയ്സ്ചർ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടും ഫ്രിസിനെസ് ഒക്കെ മാറ്റി നല്ല സോഫ്റ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിപ്പം കടയിൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒറ്റയടിക്ക് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുമൊന്നുമില്ല. കാരണം ഇതൊരു DIY ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഹെയർ എന്ത് ചെയ്യുക, ഒരിക്കലും കെട്ടി വെക്കാതിരിക്കുക, നേരെ തന്നെ ഇതേപോലെ വെക്കുക. മുടി കഴുകി ഉണങ്ങി കഴിയുന്ന സമയത്താണ് നമുക്ക് അതിൻ്റേതായ ഒരു റിസൾട്ട് മനസ്സിലാവുക. ഒരു 20 മിനിറ്റാണ് നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം വെള്ളത്തിൽ കഴുകി കൊടുക്കുക. ഒരിക്കലും ചുരുട്ടി കെട്ടാതിരിക്കുക കേട്ടോ. മുടി ചുരുട്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വളവ് അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ഡേ ആണ് കേട്ടോ. ഞാനിത് ഉച്ചയ്ക്കാണ് എടുക്കുന്നത്. എൻ്റെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മുടീൻ്റെ ഒരുവിധം വളവുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വേവിനെസ്, അതായത് ഒരു ബിഗ് വേവ്സ് ആണ് എൻ്റെ ഹെയറിൽ കാണുന്നത്. ആക്ച്വലി ഇത് കുറച്ച് അധികം വേവ്സ് ആവാൻ കാരണം ഞാൻ തലമുടി ഇങ്ങനെ മേലോട്ടേക്ക് കെട്ടിയിട്ടായിരുന്നു കിടന്നത്. അതുകൊണ്ടാണ്, എന്നോട് മറന്നുപോയി. അപ്പോൾ ഇത്രയും ചുരുണ്ട മുടിയായിരുന്നു എൻ്റെത്. ആ ഒരൊറ്റൊരു യൂസിലാണ് ഇത്രയും ബിഗ് വേവ്സായി മാറിയിരിക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ തലയിലെ ആ ഓരോരോ മുടി കണ്ടോ, ആ മേലത്തെ ഭാഗം മൊത്തം നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിയിലേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് എന്തായി, ഒരു വേവ്സായി മാറിയിട്ടുണ്ട്. ഹായ്, ഹലോ. അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ ആണ്. എന്റെ ഹെയറിൻ്റെത് ഞാൻ കാണിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കൂടെ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ നിൽക്കുന്നത്. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ വേവ്സ് പറഞ്ഞാൽ ചെറിയ വേവ്സ് ആയിരുന്നു ഞാൻ ചെയ്യുന്നതിന് മുൻപ് വരെ. അത് ചെയ്ത് കഴിഞ്ഞപ്പോ ബിഗ് വേവ്സ് ആയി. അതായത് വോളിയം, അതിന്റെ ഒരു വേവ്സിന്റെ ലെങ്ത് ഒക്കെ കൂടി സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഒരു ദിവസം ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഹെയർ എന്തായാലും പെർമനന്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് കോക്കനട്ട് ആണ്. കോക്കനട്ട് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിന്റെ ആണല്ലോ. അത് അരയ്ക്കുന്ന സമയത്ത് പാലും കൂടിയാണ് ചേർന്ന് വരിക. അപ്പൊ നമ്മളിത്, അതായത് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയറിനെ സ്ട്രെയിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയറിന് നല്ല മോയ്സ്ചർ കണ്ടന്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ഹെയർ വളർച്ചയ്ക്ക്, അതായത് മുടി വളർച്ചയ്ക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്കിത് സ്കാൽപ്പ് മുതൽ തന്നെ തേച്ച് തുടങ്ങാം. എന്നിട്ട് നമ്മളത്, ഞാൻ അതിൽ കാണിച്ചോളാം, വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ എന്ത് ചെയ്യാം, ചീകിയിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് അങ്ങനെ തന്നെ വിടാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു വേവ്സ് ഒക്കെ പോയി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വിറ്റാമിൻ ഇ ഓയിലിന്റെ കാര്യം. വിറ്റാമിൻ ഇ ഓയിൽ എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ 2 വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കുക. ഡ്രൈനെസ് കുറവുള്ളതാണെങ്കിൽ, അതായത് ഒരു ഒതുക്കുള്ള അതേ രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ചേർത്താൽ മതി. ഭയങ്കര പറ്റി പിടിച്ചിരിക്കുന്ന ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ തേങ്ങയിൽ തന്നെ ഉണ്ട് നല്ല മോയ്സ്ചർ കണ്ടന്റ്. അപ്പൊ നമ്മുടെ ഹെയറിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മുടി. അപ്പോൾ നിങ്ങൾ തന്നെ എന്റെ ഹെയറിന്റെ ഡിഫറൻസ് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചറും അതിനകത്ത് ചേർത്തിടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ കെരാട്ടിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കെരാട്ടിൻ ട്രീറ്റ്മെന്റ് ആണ്. ഇത് മാത്രമല്ല, വേറെയും കെരാട്ടിൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.